ലോക്സഭയിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം സഭാരേഖകളിൽ നിന്ന് നീക്കിയത് ചോദ്യം ചെയ്ത് പ്രതിപക്ഷം. എന്തുകൊണ്ട് രാഹുലിന്റെ പ്രസംഗം മാത്രം നീക്കിയെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞത് വാസ്തവമെന്നും സത്യത്തെ നീക്കാനാവില്ലെന്നും രാഹുൽ ഗാന്ധി. रियलिटी में सच्चाई एक्सपंज नहीं हो सकती है. जो मैंने कहा था, जो मैंने कहना था, मैंने कह दिया. वो सच्चाई है और एक्सपंज करें, जितना करना है करें. सच्चाई सच्चाई होती है. നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി മറുപടി പറയും. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. I, Harris Biran, having been elected a member of Council of States, ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായത് അടിത്തറ ഇളക്കിയ പരാജയമെന്ന് CPM. ഒരു സ്വാധീനവുമില്ലാത്ത മേഖലകളിലും BJP വോട്ടുയർത്തി. CPM ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടായി. പരാമർശം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിൽ. ആലപ്പുഴ മാന്നാറിൽ കാണാതായ 20കാരി കൊല്ലപ്പെട്ടതെന്ന് സൂചന. ഇരമത്തൂർ സ്വദേശി കലയെ കാണാതായത് 15 വർഷം മുൻപ്. കൊലപ്പെടുത്തിയ ശേഷം സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചുമൂടിയെന്ന് സൂചന. സ്ഥലത്ത് പരിശോധന നടത്തുന്നു. RDX സിനിമയ്ക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതി. വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ലെന്നാരോപിച്ച് തൃപ്പൂണിത്തുറ സ്വദേശി രംഗത്ത്. നിർമ്മാതാക്കളായ സോഫിയ പോൾ, ജെയിംസ് പോൾ എന്നിവർക്കെതിരെ അന്വേഷണം. കോഴിക്കോട് മാളിക്കടവ് തണ്ണീർപന്തൽ റോഡിന്റെ തകർച്ചയിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. പരാതി പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇംപാക്ട്. തകർന്ന തരിപ്പണമായി മലപ്പുറം പരപ്പനങ്ങാടി കൊടപ്പാളി റോഡ്. ഇത് റോഡാണോ തോടാണോ കുളമാണോ എന്നൊന്നും മനസ്സാകാത്തൊരു സാഹചര്യമാണുള്ളത്. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കേരള വിഷൻ ന്യൂസ് വാർത്താ പരമ്പര എന്നാവാ കുഴിയടയ്ക്കാം. യൂറോ കപ്പിൽ ഇന്ന് 2 മത്സരങ്ങൾ. നെതർലൻഡ്സ് റൊമാനിയയും ഓസ്ട്രിയ തുർക്കിയെയും നേരിടും. ക്വാർട്ടറിലിടം നേടി ഫ്രാൻസും പോർച്ചുഗലും. സ്ലൊവാനിയക്കെതിരെ പോർച്ചുഗലിന്റെ ജയം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ.